ഹലോ ഡിയേഴ്സ്, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജെനറ്റിക് കോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. എ മ്യൂട്ടേഷൻ ചേഞ്ചസ് ദ കോഡോൺ സീക്വൻസ് UAC to UAU in an mRNA molecule. What will be the effect on the polypeptide produced? Options: amino acid is changed, protein function altered, translation stops prematurely, no change in amino acid sequence, frame shift mutation occurs. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ജെനറ്റിക് കോഡ് ചെക്കർ ബോർഡിൽ 64 കോഡോൺസ്, അതിൽ 61 കോഡോൺസ് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡുകൾ 3 ലെറ്റർ അബ്രീവിയേറ്റഡ് ഫോമിൽ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല കുട്ടികളും ചോദിക്കും, ടീച്ചറെ ഈ പറയുന്ന ചെക്കർ ബോർഡൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കണോ, അതെന്തൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളത്. ഇതുവരെയുള്ള എക്സാംസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ വലുതായിട്ട് അങ്ങനെ ആ ചെക്കർ ബോർഡിൽ നിന്ന് കോഡോൺസ് ഒക്കെ തന്നിട്ട് അമിനോ ആസിഡ് ഏതാ കോഡ് ചെയ്യുന്നതെന്ന് അങ്ങനെ വലുതായിട്ട് നീറ്റിന് ചോദിച്ചിട്ടില്ല. പക്ഷേ പണ്ട് എയിംസിനൊക്കെ അത് ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ UUA ACCC GGG ഇതിങ്ങനെ മാച്ച് ചെയ്ത് അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡുകളൊക്കെ മാച്ച് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ 2026 ചോദിക്കോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സേഫസ്റ്റ് ആയിട്ടായിരിക്കണം. എന്ന് വെച്ചാൽ ചെക്കർ ബോർഡ്, കോഡോൺസ്, അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് കാണാതെ പഠിച്ചു വയ്ക്കാൻ നോക്കുക. പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ. നമ്മളെപ്പോഴും സേഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. UACയും UAUവും ഒരേ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്, ടൈറോസിൻ. സോ അവിടെ ഡീജനറസി ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ മ്യൂട്ടേഷൻ വന്നു, മ്യൂട്ടേഷൻ പോയിന്റ് മ്യൂട്ടേഷനാണ് അല്ലേ. അവിടെ C മാറി U വന്നു, അപ്പോൾ അവിടെ പോയിന്റ് മ്യൂട്ടേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നൊക്കെയുള്ള ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ അമിനോ ആസിഡ് ചേഞ്ച് എന്നുള്ളതും സ്കിപ്പ് ചെയ്യാം. ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ UAC എന്തായിട്ട് മാറണമായിരുന്നു, ഒരു സ്റ്റോപ്പ് കോഡോണായിട്ട് മാറണമായിരുന്നു. ഇതിപ്പോൾ സ്റ്റോപ്പ് കോഡോൺ അല്ല അല്ലേ. അതുപോലെ നോ ചേഞ്ച് ഇൻ അമിനോ ആസിഡ് സീക്വൻസ് ആൻഡ് ദാറ്റ് ഇസ് ആൻസർ അല്ലേ. ഡീജനറസി ആണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. സോ C ആണ് ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോഡോണുകൾ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡുകളും തീർച്ചയായിട്ടും നമുക്ക് കാണാതെ പഠിച്ചു വയ്ക്കണം. എന്നാലേ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും നമുക്ക് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.